ജില്ലയിൽ അന്താരാഷ്ട്ര സ്പോർട്സിന് ഉതകുന്ന രീതിയിൽ 60 കോടി രൂപ മുടക്കി 2 മാസത്തിനുള്ളിൽ പുതിയൊരു സ്റ്റേഡിയം നിർമ്മാണത്തിന് തുടക്കം കുറിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. ഏഴോം ഗ്രാമപഞ്ചായത്തിലെ നെരുവമ്പ്രം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ആധുനിക സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കായിക പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം എന്ന നിലയിൽ കണ്ണൂരിൽ പുതിയ അന്താരാഷ്ട്ര സ്പോർട്സിന് ഉതകുന്ന രീതിയിൽ സ്റ്റേഡിയം നിർമ്മിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ജില്ലയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ 60 കോടി രൂപ ചെലവിൽ പുതിയ സ്റ്റേഡിയം നിർമ്മിക്കാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. യൂണിവേഴ്സിറ്റികളുമായി ചേർന്ന് പുതിയ കോഴ്സുകൾ തുടങ്ങുകയാണ്. കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് കേരള സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കും. അതിന്റെ തറക്കല്ലിടൽ അടുത്ത മാസം നടക്കും. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് യാഥാർത്ഥ്യമാകുന്നതോടെ പുതിയ പരിശീലകർക്കും കായിക താരങ്ങൾക്കും വേണ്ടി ഡിപ്ലോമ കോഴ്സുകൾ ആരംഭിക്കുവാൻ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു. സ്പോർട്സിന്റെ പ്രത്യേക ചുമതല തന്നുകൊണ്ട് അദ്ദേഹം എടുത്ത ആദ്യത്തെ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ സംസ്ഥാനത്തിൽ 464 പഞ്ചായത്തുകളിൽ സ്വന്തമായി കളിക്കളമില്ല. അത്രയും പഞ്ചായത്തുകളിൽ കളിക്കളം നിർമ്മിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ 464 പഞ്ചായത്തുകൾ അതിന്റെ വിവരങ്ങൾ ശേഖരിക്കുകയും ഇന്ന് 124 പഞ്ചായത്തുകളിൽ കളിക്കളം പൂർത്തീകരിച്ചു. ഇനി 300 പഞ്ചായത്തുകളിലാണ് പുതിയ കളിക്കളങ്ങൾ നമുക്ക് നിർമ്മിക്കാൻ. അതിൽ തന്നെ 40 കളിക്കളങ്ങൾ ഇപ്പോൾ ടെൻഡറായി കഴിഞ്ഞു. ഇനി വളരെ കുറഞ്ഞ പഞ്ചായത്തുകളിൽ മാത്രമാണ് നമ്മൾ കളിക്കളം. എം വിജിൻ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ CP ഷിജു, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് D വിമല, ഏഴാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ഗീത, PK വിശ്വനാഥൻ മാസ്റ്റർ, ഉഷ പ്രവീൺ, TP സരിത, KV ഗ്രീഷ്മ, CV കുഞ്ഞിരാമൻ, K ചന്ദ്രൻ, KP മോഹനൻ, V പരാഗൻ, AK ജയശീലൻ, M അബ്ദുള്ള, TK രഞ്ജിത്ത്, KV അശോക് കുമാർ, K പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാർ കായിക വകുപ്പ് മുഖേന 1 കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത്. പദ്ധതിയുടെ ഭാഗമായി മൈതാനത്തെ ഉന്നത നിലവാരത്തിൽ ഉയർത്തി സ്റ്റെപ്പ് ഗാലറി, സ്റ്റേജ്, ലോങ് ജമ്പ് പിറ്റ്, ഫെൻസിംഗ്, ഡ്രൈനേജിംഗ് സംവിധാനം, റിട്ടേണിംഗ് വാൾ, ചുറ്റുമതിൽ, ഗേറ്റ്, ഫ്ലഡ് ലൈറ്റ് എന്നീ സംവിധാനങ്ങൾ ഒരുക്കും. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചടങ്ങിൽ നെരുവമ്പ്രം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച 15,000 രൂപ വിദ്യാർത്ഥികൾ മന്ത്രിക്ക് കൈമാറി. ഏഴോം ഗ്രാമപഞ്ചായത്തിന്റെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള 5 ലക്ഷം രൂപയും ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് അംഗങ്ങളും ചേർന്ന് മന്ത്രിക്ക് കൈമാറി. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.